ഈ ഇരിപ്പിന് 40 വയസ്സ്. ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതൽ ചന്തയിൽ വരുമ്പോൾ കാണുന്നതാണ് ഈ കച്ചവടം ചെയ്യുന്ന അമ്മയെ. സൗദ എന്നാണ് ഈ അമ്മയുടെ പേര്. മീനമ്പലം ചന്തയിലാണ് നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നത്. മീനമ്പലം ചന്ത എന്ന് പറയുമ്പോൾ എൻ്റെ ബാല്യകാലത്ത് വളരെ മധുരമായ ഒരു ഓർമ്മയാണ്. ഞാനും എൻ്റെ പെങ്ങളും അമ്മാമ്മയും അമ്മയുടെ അമ്മയും കൂടെയാണ് ഈ ചന്തയിൽ വരുന്നത്. അന്ന് അമ്മാമ്മയുടെ കയ്യിൽ ഒരു കുട്ടയും ഒരു സഞ്ചിയും കാണും. കുട്ടയ്ക്കകത്ത് നമ്മൾ വീട്ടിലെ ചക്കയും പിന്നെ അതേ കണക്കുള്ള ചീരയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കാണും. അതൊക്കെ കൊട്ടയ്ക്കകത്ത് വെച്ച് ബാക്കി കവറിനോടെ പിടിച്ച് ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ അമ്മാമ്മയും കൂടെ കോലയിൽ നിന്നാണ് നമ്മുടെ വീടുള്ള സ്ഥലം, അവിടെ നിന്ന് നടന്ന് വരും. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് തിരിച്ച് പോകുമ്പോഴത്തേക്ക് മീനമ്പലം ജംഗ്ഷനിൽ തന്നെ വളവിലൊരു കടയുണ്ട്. ശങ്കരാടിയുടെ കടയെന്നാണ് അമ്മാമ്മ പറയുന്നത്. അമ്മാമ്മയുടെയൊക്കെ പ്രായമുള്ള അപ്പൂപ്പൻ്റെ കടയാണ് ശങ്കരയുടെ. ഇപ്പോൾ അപ്പൂപ്പൻ്റെ പിൻതലമുറക്കാരാണ് ആ കട നടത്തുന്നത്. അപ്പം അവിടെ തിരിച്ച് ഈ കച്ചവടം ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ മീനൊക്കെ വാങ്ങി തിരിച്ചിറങ്ങുമ്പോഴത്തേക്ക് എനിക്കും ചേച്ചിക്കും ആ ഇറങ്ങുമ്പോഴത്തേക്കും ദാഹം തുടങ്ങും. അപ്പോൾ ആ കടയിൽ നിന്ന് വാങ്ങിച്ചു നാരങ്ങ വെള്ളം കുടിക്കാനാണ് ഈ ദാഹം വരുന്നത്. അതൊക്കെ ഭയങ്കര മധുരമായിട്ടുള്ള ഒരു ഓർമ്മയാണ്. ഞാൻ ഇപ്പോഴും ആലോചിക്കും. ഇപ്പോഴത്തെ കാലഘട്ടമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഒരു നാരങ്ങ വെള്ളത്തിന് വേണ്ടി കൊതിച്ചിരുന്നൊരു കാലഘട്ടം ഉണ്ടെന്ന് ആലോചിക്കുമ്പോൾ അത് പലപ്പോഴും ഒരു അത്ഭുതം നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് മീനമ്പലം ചന്ത. പണ്ടും ഇതേപോലെ തന്നെയുള്ള ചന്തയാണ്. ഇതേ കണക്കിന് നിലനിന്ന് പോവുകയും ചെയ്യുന്നുണ്ട്. ഒരിക്കൽ ഞാനൊരു ഫോറിൻ ഗസ്റ്റുമായിട്ട് വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് നാട്ടുചന്ത കാണണമെന്ന് പറയുകയും ഞാനിവിടെ കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ അന്ന് ഇതൊക്കെ കണ്ടതിന് ശേഷം അയാൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെൻ്റായിട്ട് സംസാരിക്കുകയും ചെയ്തു. നാടിൻ്റെ സംസ്കാരമാണ് സത്യം. നമ്മുടെ നാടിൻ്റെ സംസ്കാരമാണ്, കച്ചവട സംസ്കാരമാണത്. നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ തന്നെ. ഈ കാണുന്ന ഷഫീഖാണ് കേട്ടോ, നമ്മുടെ അനിയൻ പയ്യനാണ് ഷഫീഖിന് മീനിൻ്റെ കച്ചവടമൊക്കെയാണ്. ഇപ്പം ഇവിടെ തന്നെ ഊന്നുമുട്ടിലാണ് ഷഫീഖ്. അതിനങ്ങനെ ഈ നിൽക്കുന്ന പലരും നമ്മുടെ പരിചയക്കാരൊക്കെ തന്നെയാണ്. നമ്മൾ സ്ഥിരം കാണുന്ന ആൾക്കാരൊക്കെ തന്നെയാണ് ഇവരൊക്കെ പലരും. അപ്പം ഈ ചന്തയിൽ തിരക്ക് കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുമല്ലോ. നല്ല മീനാണ് ഇവിടെ കിട്ടുന്നത്, ഫ്രഷ് മീനാണ് കിട്ടുന്നത്. അതിലൊന്നും വേറെ തർക്കങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഈ നിൽക്കുന്ന ഈ കാണുന്നത് എല്ലാം ഓരോരോ വീട്ടുകളിൽ നിന്ന് കൊണ്ടുവന്ന് കച്ചവടം ചെയ്യുന്ന വസ്തുക്കളാണ്. ഈ ചന്തയിൽ തറവാടകയില്ലെന്നാണ് എൻ്റെ ധാരണ. എനിക്ക് എത്രത്തോളം ശരിയാണെന്ന് അറിയത്തില്ല, എന്നാലും എൻ്റെ ഒരു ധാരണ കച്ചവടം തറവാടകയിൽ. ഇത് കുഞ്ചുവാണ്, ഈ നിൽക്കുന്ന കുഞ്ചു, ആ ട്രേ ആയിട്ട് നിൽക്കുന്ന കുഞ്ചു എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞാനും കുഞ്ചുമൊക്കെ ഒരുമിച്ച് ഗോലികളിയും പറയുന്നത്. എൻ്റെ അച്ഛൻ്റെ വീടിൻ്റെ അടുത്തുള്ള കുഞ്ചുവിൻ്റെ മുള്ളുകാട്ടിലുള്ളതാണ് ഈ പറയുന്ന കുഞ്ചു. ഇതാണ് മീനമ്പലം. ഈ സ്ഥലത്തിന് ഈ പേര് വരാൻ കാരണമുള്ള മീനമ്പലം ഇതാണ്. പഴയ കാലങ്ങളിൽ ഇവിടെ മീനമ്പലത്തിനോട് ചേർന്ന് തന്നെ ഒരു ചുവട് താങ്ങി ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു റേഡിയോ സ്റ്റേഷനും ഉണ്ട്. അത് റേഡിയോ സ്റ്റേഷൻ പേരാണെങ്കിലും അവിടെ TV ഒക്കെ ഉണ്ടായിരുന്നു. പണ്ട് കാലത്ത് ഈ 98-ലും 99-ലൊക്കെ ക്രിക്കറ്റ് മാച്ചും അതേ കണക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നത് വെച്ചേക്കുന്നത്. അവിടെ പ്രൈവറ്റ് ബസ് ഒതുക്കി ഇട്ടേക്കുന്നുണ്ട്. ഇതാണ് മീനമ്പലം. ഒരുപാട് ആൾക്കാർ ജീവിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. ഒരു 2 മണിക്കൂറിനകത്ത് ഇവിടെ കച്ചവടം ഉള്ളെങ്കിലും ഒരുപാട് ആൾക്കാരുടെ അഭയ കേന്ദ്രമാണ്. ഇതുകൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത്രയ്ക്ക് ബിസിനസ് വരുന്നൊരു മേഖലയാണിത്. പിന്നെ സർക്കാരിൻ്റെ ഒന്നും ഒരു ആനുകൂല്യം കിട്ടിയില്ലെങ്കിലും ഇങ്ങനെ നടന്നു പോട്ടെ എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഇരിക്കുന്ന അമ്മമാരൊക്കെ മീൻ കച്ചവടം കൊണ്ട് വരുന്നതാണ്. ഇപ്പം കായൽ മീനും കാര്യങ്ങളൊക്കെ കിട്ടും. ഈ കക്ഷി മീനമ്പലത്തിലുള്ളതാണ് ഈ നിൽക്കുന്ന ചേട്ടൻ. അതിറങ്ങി ഏറെക്കുറെ പരിചയരാണ് ഇവിടുത്തെ കച്ചവടക്കാർ. വിൽക്കാൻ വരുന്നവരും വാങ്ങിക്കാൻ വരുന്നവരും എല്ലാം. മീനമ്പലം എന്നൊരു നാടിൻ്റെ സംസ്കാരത്തിൻ്റെ ഭാഗം തന്നെയാണിത്. അതേപോലെ തന്നെ KLSC നാടക രംഗത്തെ പല പ്രഗത്ഭരും ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടുന്ന് പോയായിരുന്നു. മീനമ്പലം സന്തോഷം നാടകത്തിനെക്കുറിച്ച് അറിയുന്നവർക്കും കലാകാരന്മാർക്കും അറിയാൻ പറ്റും. അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലം കൂടിയാണ് ഈ പറയുന്ന മീനമ്പലം. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു സമിതി, ആ പ്രാരംഭ സമിതി എന്ന് വേണമെങ്കിൽ അറിയാം, KLSC കരിമ്പാലൂർ ലോക്കൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ്. അതിൻ്റെ ആസ്ഥാനം ഇവിടെ തന്നെ ഉണ്ട്. ഇവിടെ തൊട്ടടുത്താണ് അതിൻ്റെ ആസ്ഥാനം. അപ്പം മീനമ്പലം എന്നതിൻ്റെ കൊച്ചു ഗ്രാമത്തിനെ കുറിച്ചുള്ള എൻ്റെ ഗ്രാമത്തിൻ്റെ ഒരു ഭാഗമായ ചന്തയെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. നല്ല മത്സ്യലഭ്യതയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ആവശ്യത്തിന് നമ്മൾ വീട്ടിൽ കൊണ്ടുവരുന്ന ഈ നിൽക്കുന്നതിൻ്റെ രാജീവാണ് നമ്മുടെ മീനമ്പലത്തിൽ അക്കാഡമിയിൽ തന്നെ റൈസ് മില്ല് നടത്തുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പേരെടുത്ത് പറയാൻ ഒരുപാട് ആൾക്കാർ നമ്മൾ നേരിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. എല്ലാം എൻ്റെ പരിചയക്കാരാണ്. ഓക്കെ.